പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ പി.സി. ജോർജിന് പുറത്തിറങ്ങാനാകും. ജാമ്യാപേക്ഷ തള്ളിയാൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാലും ജോർജ് ആശുപത്രി വിടുക. മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ പരിശോധന നടത്താനും ആലോചനയുണ്ട്. ജി ശ്രീജിത്ത് ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ച് ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളതല്ലേ? തീർച്ചയായും ആര്യ, അത്തരം സാധ്യതകൾ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് അത് മാത്രവുമല്ല, ഈ 3 താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഉള്ളത്. ഒന്ന്. രണ്ട്, ഈ പോലീസ് തെളിവ് ശേഖരിക്കൽ അടക്കമുള്ള അവരുടെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതാണ്. സ്വാഭാവികമായും ഇനിയും മറ്റ് കസ്റ്റഡി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വേണ്ടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റിമാൻഡിലേക്ക് പോയൊരു പ്രതി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ജാമ്യം അനുവദിച്ചാൽ തന്നെ ഇന്നത്തെ പരിശോധന കൂടി നടത്തിയ ശേഷമായിരിക്കും ഇന്ന് ഡിസ്ചാർജ് ആകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ന്യൂറോ സംബന്ധമായ ചില പ്രശ്നം കൂടി പി.സി. ജോർജിനുണ്ട് എന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് അതിന്റെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഡോക്ടർമാരൊരു തീരുമാനം എത്തുക. എന്തായാലും ഇന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ജാമ്യ ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് പാലാ ജയിലിലെത്തി അവിടെ നിന്ന് റിലീസിംഗ് ഓർഡർ വാങ്ങിയ ശേഷമായിരിക്കും പി.സി. ജോർജിന് പുറത്തിറങ്ങാനാകുക. എന്തായാലും ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ച് ജോർജിനെ ജാമ്യം ലഭിച്ചാൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. ശരി ശ്രീജിത്ത്. മറ്റൊരു വാർത്ത നോക്കിയാൽ CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ MLA-യുമായ പി. രാജു അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2 തവണ CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. 1991-ലും 1996-ലും വടക്കൻ പറവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്.